ശ്രീമതി ഉഷ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നല്ലേ? അതെ. ശ്രീമതി ഉഷ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നതാണ്? അധ്യാപികയാണോ? അല്ലല്ല, ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മ. അപ്പോൾ ശ്രീമതി ഉഷ, ഇപ്പോൾ രണ്ട് നായികമാർ ഒരു ചിത്രത്തിൽ ഒരു ഡാൻസ് കളിക്കുന്നു. ഒരാൾ കൃതി ഷെട്ടിയാണ്, ഒരാൾ നമ്മുടെ കല്യാണി ആണ്. അപ്പോൾ കല്യാണിക്കാണ് ഈ ഉപദേശമൊക്കെ കിട്ടുന്നത്, ഇങ്ങനെ ചെയ്തുകൂടാതെ മറ്റവർക്കത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? മലയാളികളുടെ ഒരു പ്രശ്നം എന്താണ്? ഇന്ന് രണ്ടുപേരെയും വിമർശിക്കുന്നില്ല, ഒരാളെ വിമർശിക്കുന്നു. മലയാളിയെ വിമർശിക്കുന്നു. നമ്മളെ മലയാളികൾ ഇങ്ങനെ ചെയ്തുകൂടാ എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്, അതോ ഇത് ശരിയല്ലെന്നാണോ? മലയാളികൾക്ക് നമ്മുടെ വേൾഡിൽ വെച്ച് മലയാളികൾക്ക് കുറച്ച് സംസ്കാരമുണ്ട്, അതാണ് ഞാൻ കരുതുന്നത്. സാംസ്കാരികപരമായിട്ട് ഉയർന്ന ഒരു ജനതയാണ് മലയാളികള്. അപ്പോൾ അവർ കുറച്ച് സംസ്കാരത്തെ പെരുമാറുക. പൊതുവേദിയിൽ വരുന്ന ഈ ഇവരെ സെലിബ്രിറ്റീസ് മാതൃകയാകണം. ഒരു ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു നടി, അവരെ നമ്മൾ അങ്ങനെ മാതൃകയായി ഉള്ള വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാതൃക ആര് നിശ്ചയിക്കും? മാതൃക നിശ്ചയിക്കേണ്ടത് അവര് തന്നെ നിശ്ചയിക്കണം. നമ്മുടെ മലയാളി സമൂഹം എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്കാരം, ഉയർന്ന സംസ്കാരം, വിദ്യാഭ്യാസം, കോമൺ സെൻസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലാണ് എല്ലാരേക്കാളും. അപ്പൊ ഇതിപ്പോ അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചു വരുന്നതുകൊണ്ട് അത് സമൂഹത്തിൽ ഇഷ്ടമുള്ള വസ്ത്രം അങ്ങനെ ധരിക്കാനുള്ള നിയമമൊന്നുമില്ല. അങ്ങനെ നമ്മളിത് വിദേശ രാജ്യമല്ല, വിക്ടോറിയൻ ഏജ് ഇംഗ്ലണ്ടിലൊക്കെ ഭയങ്കരമായ വിക്ടോറിയൻ മൊറാലിറ്റി ഉണ്ടായിരുന്നാണ്. അവിടെ സ്ത്രീകൾ പോരാടി അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തതാണ്. അങ്ങനെ സ്ത്രീകൾ പോരാടാൻ പിന്നെ തുണിയില്ലാതെ നടന്നാ പോരെ? നാട്ടിലൊരു നിയമമുണ്ടല്ലോ, അവരതനുസരിച്ചാ പോരെ? എല്ലാ ചേട്ടന്മാരെയും ചേട്ടച്ചന്മാരെയും അവർ ബോധ്യപ്പെടുത്തണോ? അപ്പൊ നമ്മളെല്ലാരും, നമ്മുടെ മക്കളും നമ്മളും എല്ലാരും ഇങ്ങനെ അങ്ങ് നൂറ്റാണ്ടുകൾക്കല്ലേ പുറകോട്ട് പോണമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ സമൂഹം. പണ്ടായിരുന്നു ഇങ്ങനെ മാറുമറയ്ക്കാതെ ഒക്കെ നടന്നത്. ഇപ്പൊ നമ്മൾ മാറുമറയ്ക്കാൻ വേണ്ടിയാ നമ്മൾ നോക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 90 വയസ്സുള്ള അമ്മൂമ്മമാരൊക്കെ പണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നിൽക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അല്ല, പക്ഷെ ഇവര് ഇങ്ങനെ നിയമലംഘനമൊന്നും നടത്തുന്നില്ല. നിയമം അനുശാസിക്കുന്ന വസ്ത്രധാരണമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവര് വരുന്നിടത്ത് ഇങ്ങനെ ചെറുപ്പക്കാർ തടിച്ചു കൂടുന്നത്? എന്തിനാ? അതിപ്പോ മമ്മൂട്ടി വന്നാൽ, മോഹൻലാൽ വന്നാലൊക്കെ നമ്മൾ ആരാധനയോടെ കൂടി കാണാൻ പോവുകയാണല്ലോ. അപ്പം മമ്മൂട്ടിയുടെ വസ്ത്രം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കല മികവ്. ഈ മോഹൻലാൽ വരുമ്പോൾ നമ്മൾ ആളുകൾ തടിച്ചു കൂടുന്നത്, അദ്ദേഹം ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആളാണ്, വലിയ അഭിനേതാവാണ്, നമുക്ക് ഇഷ്ടമാണ്, എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നു. അങ്ങനെ ആളുകൾ ഒരു താരത്തെ കാണാൻ പോകൂലേ? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ, സച്ചിൻ തെണ്ടുൽക്കർ വരുന്നു, മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പോകൂലേ? 1 കോടി രൂപ വരെ ടിക്കറ്റിന് കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ നിൽക്കുകയാണ്. സാറേ, എല്ലാത്തിനെയും ഒരേ തുലാസിൽ തൂക്കരുത്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പൊ എന്തായാലും ഈ രീതി ശരിയല്ല എന്നാണ് ശ്രീമതി ഉഷ പറയുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. MLA പറഞ്ഞതിനോട് 101% ഞാൻ യോജിക്കുന്നു. ശ്രീമതി ഉഷ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. കമ്മ്യൂണിസ്റ്റുകളും മനുഷ്യരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല ജനിച്ചത്, ഞാനൊരു മനുഷ്യനായിട്ടാണ് ജനിച്ചത്. മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുന്നു. പിന്നെ എനിക്ക് സമൂഹത്തിൽ ചില ആചാര മര്യാദകളും, നമുക്ക് ചില കൾച്ചറുണ്ട്. നമ്മൾ മലയാളികളാണ്, നമ്മൾ കോമൺ സെൻസ് കൂടിയവരാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ യാതൊരു കോമൺ സെൻസും ഇല്ലാത്ത ആളുകളാണ് വടക്കേ ഇന്ത്യയിലോട്ട് ചെന്ന. അറിയാവോ? അവർക്ക് യാതൊരു കോമൺ സെൻസും വാദത്തോട് ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ. കോമൺ സെൻസ് നമ്മളെപ്പോലെ തന്നെ എല്ലാ നാട്ടിലും അങ്ങനെയല്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു തെറ്റാണ്. എല്ലാ നാട്ടിലും കോമൺ സെൻസ് ഉള്ള ആളുകളുണ്ട്, എല്ലാ നാട്ടിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാ നാട്ടിലും നമ്മളെക്കാൾ അറിവുള്ളവരും നമ്മളെപ്പോലെ അറിവുള്ളവരും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലും കോമൺ സെൻസ് ഇല്ലാത്തവരും മണ്ടത്തരം കാണിക്കുന്നവരും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരും ഉണ്ട്. എല്ലാ നാട്ടിലും അതീവ ഓർത്തഡോക്സായി ജീവിക്കുന്നവരുണ്ട്, വളരെ തുറന്ന് പുതിയ രീതികളിലേക്ക് മാറുന്നവരുമുണ്ട്. അപ്പം നാടിൻ്റെ ഒരു പ്രശ്നമല്ല. നമ്മൾ എന്തോ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ നാട് എന്ന് പറഞ്ഞാൽ എന്തോ ലോകത്തെ മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു നാടല്ല.
നമ്മുടേതും അത് ആ ലോക ജാലകത്തിലൂടെ നമ്മൾ നോക്കിക്കണ്ട് എല്ലാ കാലഘട്ടത്തിലും മാറാനും സ്വയം നവീകരിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നൊരു നാടാണ്. ഏതായാലും അങ്ങ് ശ്രീമതി ഉഷയുടെ പ്രതികരണമൊക്കെ എനിക്ക് വ്യക്തമായി, അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാനതിനെ ഞാനതിനെ എതിർത്തല്ല. ശ്രീമതി ഉഷയ്ക്ക് അങ്ങനെ ചിന്തിക്കാനും അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ചാൽ മതിയല്ലോ. അപ്പൊ സമൂഹം അങ്ങനെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. ശരി, ഓക്കെ. അപ്പൊ പ്രവീൺ കുമാർ